സെക്രട്ടേറിയറ്റ് പടിക്കലിൽ സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് ഓണക്കോടി സമ്മാനിച്ച് UDF നേതാക്കൾ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവരാണ് ഓണക്കോടി സമ്മാനിച്ചത്. ആശമാരോട് ഓണക്കാലത്ത് സർക്കാർ ദയാരഹിതമായി പെരുമാറുന്നുവെന്ന് VD സതീശൻ കുറ്റപ്പെടുത്തി. MG പ്രതീഷ് വിവരങ്ങളുമായുണ്ട്. പ്രതീഷ്, സമരം തുടരുന്ന ആശമാർക്ക് ഓണക്കോടി സമ്മാനിച്ചുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി അവരുടെ സമരത്തിന് പിന്തുണ അറിയിക്കുകയാണല്ലോ UDF. പ്രതിപക്ഷ നേതാവ് എന്താണ് മാധ്യമങ്ങളോട് പറഞ്ഞത്? സെക്രട്ടേറിയറ്റ് പടിക്കൽ ആശമാരുടെ രാപ്പകൽ സമരം ഇന്ന് 207ാം ദിവസമാണ്. ഈ ദിവസത്തിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശനും UDF കൺവീനർ അടൂർ പ്രകാശും ആശമാരെ കാണാൻ ഈ സമരപ്പന്തലിലെത്തിയത്. അവർക്ക് ഓണക്കോടി നൽകിക്കൊണ്ടാണ് പൂർണ്ണ പിന്തുണ പ്രതിപക്ഷ നേതാവ് വീണ്ടും വാഗ്ദാനം ചെയ്തത്. ഈ ദേഹാരഹിതമായാണ് ഈ ഓണക്കാലത്തും സർക്കാർ ആശമാരോട് പെരുമാറുന്നത് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ വിമർശനം. ഈ സ്ത്രീശക്തി ഒരിക്കൽ ഉറപ്പായും ജയിക്കും. ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ അനുകൂല നിലപാട് ഉണ്ടായില്ലെങ്കിൽ അടുത്ത സർക്കാർ വരുമ്പോൾ ക്യാബിനറ്റിലെ ആദ്യ തീരുമാനം ആശമാർക്ക് അനുകൂലമായിരിക്കുമെന്ന് കൂടിയാണ് പറയുന്നത്. ഈ ഓണക്കാലത്തും ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ തന്നെ ഇരുന്ന് പ്രതിഷേധിക്കാൻ തന്നെയാണ് ആശമാരുടെ തീരുമാനം. ഇപ്പോൾ ഓണക്കാലമാണ്, ഓണക്കാലത്തും പ്രതിഷേധം തുടരുകയാണ്. അതെ, ഓണക്കാലത്തും ഞങ്ങൾ പ്രതിഷേധം തുടരുകയാണ്. കാരണം ഇത്രയായിട്ടും നമുക്ക് ഇതുവരെ ഒരു അനുകൂലമായിട്ടുള്ള വന്നില്ലല്ലോ. അപ്പം ഞങ്ങൾ ഈ വർഷം ഓണം തെരുവിലാണ് ആഘോഷിക്കുന്നത്. എല്ലാവരും ഓണക്കോടിയൊക്കെ എടുത്ത് പിന്നെ ശമ്പളവും ബോണസും എല്ലാം വാങ്ങി ആഘോഷിക്കുമ്പോൾ ഞങ്ങൾക്കും ഈ ഇവിടെ തെരുവിൽ വെച്ച് ഞങ്ങളും അതിൻ്റെ നല്ല രീതിയിലായിട്ട് ആഘോഷിക്കും. പിന്നെ ഇതാ ഈ VD സതീശൻ സാറ് തന്നെ ഓണക്കോടിയാണിത്. അപ്പോൾ ഈ ഓണക്കോടി എടുത്ത് ഞങ്ങൾ എല്ലാവരും ഓണക്കോടി എടുക്കും പോലെ ഞങ്ങൾക്കും ഓണക്കോടി എടുക്കാനുള്ളൊരു ഇത് ദൈവം തന്നു. ഈ ഓണക്കാലത്തും ഇവിടെ ഇരുന്ന് പ്രതിഷേധിക്കുമെന്ന് തന്നെയാണ് ആശമാർ പറയുന്നത്. നാളെ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഈ ആശമാർക്ക് ഇവിടെ ഓണസദ്യയും ഒരുക്കുന്നുണ്ട്. ശരി, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.